ഹലോ ഗായ്സ്, ഞാനും അമ്മയും അമ്മമ്മയൊക്കെ കൂടിയിട്ട് അമ്മയുടെ വെല്ലിച്ചൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വെല്ലിച്ചൻ്റെ വീട് വന്നിട്ട് വെളിയാങ്കോടാണ്. അമ്മയുടെ വെല്ലിച്ചനും വല്യമ്മയാണ് കേട്ടോ. ഞാൻ അമ്മമ്മയും അച്ഛനും എന്നാണ് വിളിക്കാറ്. അപ്പോൾ അതാ ആത്താപ്പുള്ളി എന്നാണ് ഇവരുടെ വീട്ടും പേര് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, കാരണം അത്യാവശ്യത്തിന് ഫേമസ് ആണ്. ആത്രാപ്പുള്ളി എന്നാണ് തോന്നുന്നു. അപ്പോൾ അതവിടെ വല്യമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മമ്മയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ. പിന്നെ അച്ഛനായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രണ്ടമ്മമ്മമാർ കിസ്സ പറയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിങ്ങനെ ഓരോ അച്ഛൻ ചോദിക്കുകയാണ് സിനിമയുടെ കാര്യമൊക്കെ എങ്ങനെയായി, പഠിത്തമൊക്കെ നോക്കുന്നില്ലേന്ന്. പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് പോയി. അപ്പോൾ അതാ ഇവർ ഫുൾ സംസാരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ വീട് ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി കേട്ടോ. അപ്പോൾ മേലെ ഇവിടെ അമ്മ കുറേ വന്ന് നിന്നിട്ടുള്ളത് കൊണ്ട് അമ്മയുടെ ഫ്രണ്ടിൻ്റെയും കൂടി വീടാണ് കേട്ടത്. ജിംഷമേമയും അമ്മയുടെ കളിക്കൂട്ടുകാരിയാണ്. ജിംഷമേമയും അമ്മയും കിടന്നിരുന്ന റൂമാണ് കേട്ടോ. ഈ റൂം നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഞാൻ ഇതൊക്കെ ചുറ്റി കാണാണ്. പിന്നെ ഇത് അവിടെ തന്നെ വേറൊരു റൂമാണ്. ഇവിടെ അമ്മയും ജിംഷമേമയൊക്കെ പഠിച്ചിരുന്ന റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സാമി റൂമുണ്ട്. അവിടെ നമ്മൾ അടിപൊളി കുട്ടിക്കണ്ണനും പിന്നെ നമ്മുടെ കുഞ്ഞു ഗണപതി ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ, ഒതുങ്ങിയിട്ടുള്ള ഒരു സാമി റൂമാണ്. പിന്നെ മേലെ നടിക്ക് നോക്കുമ്പോൾ ഇതാ രണ്ടമ്മമാരും അവിടെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ നിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ കാണുന്ന രണ്ട് റൂമാണ്. ഈ ഒരു റൂം താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന രണ്ട് റൂമാണ്. അതിലത്തെ ഒരു റൂം അച്ഛൻ്റെ അമ്മമ്മയുടെയാണ്. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മമ്മയും. പിന്നെ ഇതാണ് ജിംഷമേമയുടെ ഹസ്ബൻഡ് കേട്ടോ. അമ്മയുടെ പണ്ടത്തെ കളിക്കൂട്ടുകാരി, ഇപ്പോഴും കളിക്കൂട്ടുകാരി തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഹാളിലേക്കാണ് വരുന്നത്. ജിംഷമേമ ഇപ്പോൾ ഗൾഫിലാണ് കേട്ടോ. പിന്നെ എന്താണ് അടുത്ത റൂം. ഇവിടെ അധികം ആരും കെടുക്കാറൊന്നുമില്ല. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ കെടുക്കാറുണ്ട് തോന്നുന്നു. പിന്നെ ഞാൻ അമ്മമ്മയ്ക്ക് ഓരോ ഫോട്ടോസ് കാട്ടിയെടുത്തിട്ട് ഇത് ആരാണ്, ഇത് ജിംഷമേമയാണോ അങ്ങനെ ാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി കേട്ടോ. അപ്പോൾ അമ്മമ്മ പറയാണ്. പിന്നെ നേരെ വരുന്നത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഈ ഡൈനിങ് ഏരിയ ആരും യൂസ് ചെയ്യാറൊന്നുമില്ല. ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ഇതാണ് നല്ല രസമില്ല, എപ്പോഴും നല്ല ഒതുങ്ങിയിട്ടുള്ള വീടാണ്. പിന്നെ ഇതാണ് കിച്ചൺ. ഈ കിച്ചണും അധികം ആരും യൂസ് ചെയ്യാറില്ല ഗസ്റ്റ് വരുമ്പോൾ. പിന്നെ ഇതാണ് കേട്ടോ ഫ്രണ്ട് ഏരിയ. അപ്പോൾ അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, പൂക്കളത്തിൻ്റെ തറ ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മയുടെയും അച്ഛൻ്റെ സ്കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ കാട്ടിയിട്ട് ഇത് നിഷമേമയാണല്ലേ അല്ലെങ്കിൽ നിഷവല്യമ്മയാണല്ലേ എന്നൊക്കെ ആയിരിക്കണം. അപ്പം അമ്മ പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് അവിടെ ഇവിടെ എല്ലായിടത്തും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബാത്ത് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാട്ടിത്തരാം കേട്ടോ. അതാ ആ കാണുന്നതിൽ അമ്മയും മേമയും കൂട്ടിയിട്ട് ചെറുപ്പത്തിൽ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ കിച്ചൺ. ഇവിടെയാണ് അമ്മമ്മ കിച്ചണിലെ ഡ്യൂട്ടീസൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട, നല്ല അച്ഛനും അമ്മമ്മയും കൂടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കി തരാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അമ്മമ്മേനെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടിട്ട് അത് കളിയാക്കുകയാണ്. എൻ്റെ അച്ഛനും അമ്മേനെ ഹെൽപ്പ് ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഞാൻ കളിയാക്കുന്നത്. പിന്നെ എന്താ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കിട്ടില്ല ജ്യൂസ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അമ്മമ്മ ഉണ്ടാക്കിയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളിവട, പരിപ്പ് വട, പഴംപൊരി ഒക്കെ വാങ്ങിയിട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ എണ്ണപ്പലഹാരങ്ങൾ കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ അധികമൊന്നും കഴിച്ചില്ല. എന്നാൽ ഒരു 2-3 ഒരു കഷ്ണമൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ അത് അച്ഛനും ഞാനും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഫോട്ടോ ഇത്ര കണ്ട് എടുത്തിട്ട് റെഡി ആവുന്നില്ല കേട്ടോ. അതാണ് ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഇതെന്താ കറക്റ്റായിട്ട്. അപ്പോൾ അച്ഛൻ സ്റ്റാച്ചു പോലെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ അച്ഛൻ പിന്നെ ഞങ്ങൾ പൂവായി. അപ്പോൾ അമ്മമ്മയ്ക്ക് പറയുകയാണ് ഇന്നും കൂടി നിന്നിട്ട് പോയിക്കോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ